ആശാ ശോഭന നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആശാ, ഭാരതം ഒരു കിരീടം ചൂടിയിരിക്കുകയാണ്. അതെ അതെ അതെ, ഭയങ്കര സന്തോഷം. എന്ത് പറയണമെന്ന് പറഞ്ഞൂടാ. കാരണം നമ്മുടെ വിമൻ ക്രിക്കറ്റിൽ ഇതുവരെ നമ്മളൊരു വേൾഡ് കപ്പ് അടിച്ചിട്ടില്ല. പല പ്രാവശ്യം നമ്മൾ ഫൈനൽ വരെ പോയി. ഫൈനൽ വരെ പോയതും നമ്മളെ ഒരുപാട് ഇന്ത്യക്കാർക്കൊന്നും അധികം അറിയില്ല. പക്ഷെ ഈ ഒരു വേൾഡ് കപ്പ് ജയിച്ചതിൽ ഒരു വിപ്ലവം തന്നെ ഇന്ത്യൻ വിമൻ ക്രിക്കറ്റിൽ സൃഷ്ടിക്കും തന്നെയാണ് എന്റെ വിശ്വാസം. ആശ, വലിയൊരു നിരാശ ഇക്കൂട്ടത്തിലുള്ളത് ആശയും സജനയും മിന്നുമണിയും ഒക്കെ തത്സമയം ഞങ്ങൾക്കൊപ്പം വന്നിരിക്കാത്തതാണ്. നിങ്ങൾ മത്സരത്തിൻ്റെ തയ്യാറെടുപ്പുകളിലാണെന്നും മറ്റിടങ്ങളിലാണെന്നും ഒക്കെ അറിയാം. പക്ഷേ ഇന്നലെ മുതൽ ഞാൻ ആശയെയും സജനയും ഇങ്ങനെ പിന്തുടരുന്നുണ്ടായിരുന്നു, എപ്പോഴെങ്കിലും ജയിക്കുമ്പോൾ കൂടെ വരണമെന്ന്. ആ വാക്കിപ്പോൾ പാലിച്ചിരിക്കുന്നു. നമ്മൾ കിരീടമുയർത്തി, ആശയും സജനയും ഞങ്ങൾക്കൊപ്പം ചേരുകയും ചെയ്തു. ഓ, വളരെ സന്തോഷം. പിന്നെ നമ്മള് അവൈലബിൾ ആണെങ്കിൽ എന്തുകൊണ്ട് വന്നൂടാ, ഒരു കുഴപ്പമില്ല. അത് മാത്രമല്ല, ഇത്രയും സന്തോഷമുള്ള ഒരു നിമിഷത്തില് നമ്മളെ എല്ലാവരുമായിട്ട് അത് ഷെയർ ചെയ്യുന്നത് വളരെ ഒരു ഭാഗ്യം തന്നെയാണ്. നമുക്ക് എപ്പോഴും വേൾഡ് കപ്പ് ജയിക്കാൻ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല. ഓ, ഭയങ്കര ഹാപ്പിയാണ്. എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ. പക്ഷേ കൂടെ കളിച്ചവർ, ഏറ്റവും അടുത്തറിയുന്നവർ, അവരിങ്ങനെ ലോക കിരീടം ഉയർത്താൻ പോവാണ്. ആ കിരീടം ഇങ്ങനെ ഉയർത്തുന്ന, ആ കിരീടത്തിൽ മുത്തം വയ്ക്കുന്ന നിമിഷം, അത് ഒരു സ്വപ്നമായിരുന്നു അല്ലേ? പിന്നെ ഞാൻ ഇതുവരെ സ്മൃതിനെ ഇത്ര എമോഷണൽ ആയിട്ട് കണ്ടിട്ടില്ല. സ്മൃതി അങ്ങനെ എമോഷണൽ ആവുന്ന ഒരാളെ അല്ല. അങ്ങനെ എസ്പെഷ്യലി ഗ്രൗണ്ടില് ആള് ഇത്ര എമോഷണൽ ആയി ആള്. അപ്പൊ ഓരോരുത്തർക്കും ആ വേൾഡ് കപ്പ് എത്ര മീൻ ചെയ്തു. സ്പെഷ്യലി ഹരി പാജി വന്നിട്ട് എനിക്ക് നല്ലോണം അറിയാം, ആൾക്ക് വേൾഡ് കപ്പ് എന്ന് പറയുന്നതാണ് ആളുടെ ഡ്രീം ഉറപ്പായിട്ടും. അപ്പൊ അതൊക്കെ ഒരു ആസ് എ ക്യാപ്റ്റൻ വേൾഡ് കപ്പ് വിൻ ചെയ്യുക, വൈസ് ക്യാപ്റ്റൻ സ്മൃതിയുടെ കോൺട്രിബ്യൂഷൻ. ദീപ്തി ശർമ്മ മജീഷ്യൻ തന്നെയാണ് സത്യം. അതായത് ഈ മികവ് കാട്ടേണ്ടവരൊക്കെ കൃത്യസമയത്ത് അത് കാട്ടി. ദീപ്തി ശർമ്മ നോക്കൂ, 5 വിക്കറ്റ് എടുക്കുന്നു, 58 റൺസ് അടിക്കുന്നു. മോസ്റ്റ് ഡിപ്പെൻഡബിൾ പ്ലെയർ ആണ് വിമൻ ക്രിക്കറ്റിലെ ദീപ്തി ശർമ്മ. മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും എന്തായാലും. സ്പെഷ്യലി ക്ലച്ച് സിറ്റുവേഷൻസിൽ ഇന്ത്യൻ ടീമിന്റെ എല്ലാ മൊമെന്റ്സും ഹെൽപ്പ് ചെയ്ത് വിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഏത് മാച്ചസ് നോക്കിയാലും ദീപ്തി ശർമ്മയാണ്. അത് ദീപ്തി ശർമ്മ ഒരു മജീഷ്യൻ തന്നെയാണ് വിമൻ ക്രിക്കറ്റിൽ. എനിക്ക് തോന്നുന്നു എടുത്തു പറയേണ്ട മറ്റൊരു പേര്, ഈ ലോകകപ്പിലുടനീളം വളരെ സ്ഥിരതയോടെ പന്തെറിഞ്ഞ ഒരു സ്പിന്നർ ശ്രീചരണി. ശ്രീചരണി അത്രയും ഒരു വിമൻ ക്രിക്കറ്റിനെ വെച്ച് നോക്കുവാണെങ്കിൽ ആ സ്പീഡിൽ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ എറിഞ്ഞ് ടേൺ ചെയ്യാൻ പറ്റുന്ന വളരെയധികം സ്പിന്നേഴ്സ് ഇല്ല. പക്ഷെ അത്ര യങ് ഏജിൽ ഇത്രയും ഒരു ക്ലച്ച് മൊമെന്റ്സിൽ, എസ്പെഷ്യലി 40 ഓവേഴ്സിന് ശേഷം ഒരു എന്താ പറയാ, ഒരു ആദ്യത്തെ 5 ഓവേഴ്സ് എറിഞ്ഞ പോലെ അല്ല ആൾ എറിഞ്ഞത്. കുറച്ചുകൂടെ വേഗത കൂട്ടി, ടേണും കൂടെ കൂട്ടി, കുറച്ച് നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ബോളറായാണ് ശ്രീചരണി എറിഞ്ഞത്. വളരെ വളരെ നന്നായി ബോൾ ചെയ്തു. പക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരുപക്ഷെ 320 പോകേണ്ട ഒരു സ്കോറിനെ 300-നകത്ത് ഒതുക്കിയത് സൗത്ത് ആഫ്രിക്കയുടെ ഫീൽഡിംഗ് ആയിരുന്നു. അതേ നാണയത്തിൽ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫീൽഡർമാരിൽ ഒരാൾ ജമീമയാണ്. ജമീമ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു എങ്കിൽ പോലും ഒരു 30 റൺസ് വരെ തടുത്തിട്ടു. നമ്മുടെ ഈ ഫീൽഡിങ്ങിലുണ്ടായ ഒരു ചേഞ്ച് എങ്ങനെയാണ്? ഫീൽഡിങ് സത്യം പറഞ്ഞാല് വൺ ഓഫ് ദ ബെസ്റ്റ് ഫീൽഡിങ് ആയിരുന്നു ഇന്ന് ഇന്ത്യയുടെ. സ്പെഷ്യലി ഹാവ് ടു മെൻഷൻ അമൻജോത്. എവിടെ നോക്കിയാലും എവിടെ ബോള് പോയാലും അവിടെ അമൻജോതാണ്. അപ്പൊ അമൻജോത്, ജമൈമ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്താലും പക്ഷെ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫീൽഡേഴ്സ് ഇൻ ദ ടീം. അത് ഓക്കെയാണ്. പക്ഷെ ക്യാച്ചസ് നമ്മൾ മിസ് ചെയ്യും. അടുത്ത ദിവസം തന്നെ ജമീമ മേ ബി ഒരു അൺബിലീവബിൾ ക്യാച്ച് എടുക്കും. അതില് വലിയ ഇതില്ല. പക്ഷെ എത്ര റൺസ് സേവ് ചെയ്തു. ഒരു ഗ്രൗണ്ട് മുഴുവൻ ഓടി കവർ ചെയ്ത് എല്ലാവരും. ഫീൽഡിങ് നമ്മുടെ സ്റ്റാൻഡേർഡ് സൂപ്പർബ് ആയിരുന്നു. അതിന് സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദ പ്ലെയേഴ്സ് ആൻഡ് മുനീഷ് ബാലി സാർ, ഫീൽഡിംഗ് കോച്ച്.